രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ദശരഥ മഹാരാജാവും 3 പത്നിമാരും 4 പുത്രന്മാരും അയോധ്യയിൽ സസുഖം വാഴുന്ന കഥയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. വിദ്യാഭ്യാസ കാലമെല്ലാം കഴിഞ്ഞ് ആയോധന മുറകളിലെല്ലാം കുമാരന്മാർ മിടുക്കന്മാരായപ്പോൾ ഒരു ദിവസം രാമലക്ഷ്മണന്മാരും പിന്നെ ഭരതശത്രുഘ്നന്മാരും 2 വഴിയായി തിരിഞ്ഞ് നായാട്ടിനു പോയി. 4 പേരും സഹോദരങ്ങളാണെങ്കിലും രാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടാവാറുള്ളത്. കാരണം കൗസല്യ സുമിത്രയ്ക്ക് പകർന്നു നൽകിയ പായസത്തിൽ നിന്നാണ് ലക്ഷ്മണൻ ജന്മമെടുത്തത്. അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നനും എപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടാവാറുള്ളത്. കാരണം കൈകേയി സുമിത്രയ്ക്ക് പകർന്നു നൽകിയ പായസത്തിൽ നിന്നാണ് ശത്രുഘ്നൻ ജന്മമെടുത്തത്. അങ്ങനെ 4 സഹോദരന്മാരും ഇരുവഴിയായി തിരിഞ്ഞ് തങ്ങളുടെ ആയോധന കലകൾ ഉപയോഗിച്ച് ഘോരവനങ്ങളിൽ ചെന്ന് വന്യമൃഗങ്ങളെയെല്ലാം വേട്ടയാടി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. വീരശൂര പരാക്രമികളായ തന്റെ 4 പുത്രന്മാരെ കണ്ട് ദശരഥൻ അഭിമാനം കൊണ്ടു. അങ്ങനെയിരിക്കെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്ര മഹർഷി വന്നപ്പോൾ അതീവ സന്തോഷത്തോടെ എല്ലാ മര്യാദകളും നൽകി ദശരഥൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. വിശ്വാമിത്ര മഹർഷിയെ ദശരഥൻ നമസ്കരിച്ചു, സന്തോഷിപ്പിച്ചു. കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം ആരാഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അമാവാസി തോറും പിതൃക്കളെയും ദേവന്മാരെയും എല്ലാം സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി യാഗാദികളും ഹോമങ്ങളും എല്ലാം നടക്കുമ്പോൾ രാക്ഷസന്മാർ ഉപദ്രവിക്കുന്നു. പ്രധാനമായും മാരീചനും സുബാഹുവും പോലുള്ള രാക്ഷസന്മാർ വന്ന് യാഗം നടത്തുന്ന ഋഷിമാരെയെല്ലാം ഉപദ്രവിക്കുകയും യാഗാഗ്നിയിൽ മലിന വസ്തുക്കളെല്ലാം കൊണ്ടുപോയി ഇട്ടുകൊണ്ട് യാഗം മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല രീതിയിൽ യാഗങ്ങളൊന്നും പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്ന് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ഇതു കേട്ടപ്പോൾ അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാനും ദശരഥ മഹാരാജാവ് തയ്യാറായിരുന്നു. കാരണം യാഗം സംരക്ഷിക്കേണ്ടത് രാജാവിന്റെ കൂടെ കടമയാണ്. അപ്പോൾ തീർച്ചയായും ദശരഥ മഹാരാജാവിന്റെ സഹായം വേണം. എന്നാൽ സഹായത്തിനായി ദശരഥ മഹാരാജാവല്ല വരേണ്ടത്. പകരം യാഗരക്ഷാർത്ഥം തന്റെ കൂടെ രാമലക്ഷ്മണന്മാരെ അയക്കണമെന്ന് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദശരഥൻ ആകെ വിഷമത്തിലായി. പുത്രന്മാരെ അയക്കില്ല എന്ന് മഹർഷിയോട് പറയാനും പറ്റില്ല. എന്നാൽ പുത്രന്മാരെ അയക്കാൻ തന്റെ പിതൃവാത്സല്യം അനുവദിക്കുന്നുമില്ല. അങ്ങനെ ആകെ മനപ്രയാസത്തിലായ ദശരഥ മഹാരാജാവ് ഈ കാര്യം വസിഷ്ഠ മുനിയോട് കൂടിയാലോചിച്ചു. തനിക്ക് രാമനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യെന്നും അതുമാത്രമല്ല ബാലകന്മാരായ തന്റെ മക്കളെ എങ്ങനെയാണ് കൊടും രാക്ഷസന്മാരെ നേരിടാൻ പറഞ്ഞയക്കുക എന്നുമുള്ള ആദി ദശരഥൻ ഗുരുവായ വസിഷ്ഠനോട് ചോദിച്ചു. ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മുനിക്ക് രാമലക്ഷ്മണന്മാർ എല്ലാം ആരാണെന്ന് നല്ലതുപോലെ അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം ദശരഥനോട് ഇപ്രകാരം പറഞ്ഞു. അതായത്, അല്ലയോ മഹാരാജാവേ, അങ്ങ് കരുതുന്നത് പോലെ സാധാരണ ഒരു കുട്ടിയല്ല രാമൻ. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ലോകത്തിൽ ദുഷ്ടനിഗ്രഹണത്തിനാണ് അദ്ദേഹം തന്റെ അംശാവതാരങ്ങളോടുകൂടി ജനിച്ചിരിക്കുന്നത്. രാക്ഷസ കുലത്തെ മുടിക്കുവാനും ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയുമാണ് രാമന്റെ അവതാരോദ്ദേശം. അതുകൊണ്ട് രാമന്റെ ശക്തിയിൽ താങ്കൾക്ക് യാതൊരു ശങ്കയും വേണ്ട എന്ന് ദശരഥനോട് ഗുരുവായ വസിഷ്ഠൻ പറഞ്ഞു. തന്നെയുമല്ല, പുത്രന്മാരെ അയക്കാതെ വന്നാൽ വിശ്വാമിത്രന്റെ കോപം നേരിടേണ്ടി വരും. അതിനൊന്നും ഇടവരുത്താതെ സസന്തോഷം രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രനോടൊപ്പം ധൈര്യമായി അയക്കാനും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാമിത്രൻ അതീവ സന്തോഷത്തോടെ കുമാരന്മാരെ തന്റെ കൂടെ ചേർത്തു. അങ്ങനെ മാതാപിതാക്കളുടെയും ഗുരുവിന്റെയും പാദങ്ങൾ നമസ്കരിച്ച് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി ആയുധങ്ങളുമായി രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്രയായി. വിശ്വാമിത്ര മഹർഷി അതീവ സന്തോഷത്തോടെ കുമാരന്മാരും ഒന്നിച്ച് യാത്ര പുറപ്പെട്ടു. എന്നാൽ കൊടും കാട്ടിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ കൊട്ടാരത്തിലേതുപോലെ സുഖസമൃദ്ധമായ അന്നപാനാദികളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ വിശ്വാമിത്ര മഹർഷി അവർക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി ബല എന്നും അതിബല എന്നുമുള്ള 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഈ 2 മന്ത്രങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും ഒന്നും നമ്മളെ അലട്ടുകയില്ല എന്ന് കുമാരന്മാരോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. മഹർഷി പറഞ്ഞ പോലെ ആ മന്ത്രങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് തങ്ങളുടെ വിശപ്പും ദാഹവും എല്ലാം മറന്നുകൊണ്ട് കുമാരന്മാരും വിശ്വാമിത്ര മഹർഷിയും ഗംഗയുടെ അക്കരെയുള്ള ആരണ്യത്തിലേക്ക് പ്രവേശിച്ചു. ആരണ്യത്തിൽ പ്രവേശിച്ചപ്പോൾ ശ്രീരാമൻ ഒരു ചെറു ഞാണൊലി പുറപ്പെടുവിച്ചു.
അതിന്റെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഉഗ്രരൂപത്തിൽ താടക എന്ന രാക്ഷസി പ്രത്യക്ഷപ്പെട്ടു. താടകയെ കണ്ടപ്പോൾ അമ്പ് അയക്കാൻ ശ്രീരാമൻ ചെറുതായി ഒന്ന് ഭയന്നു. കാരണം സ്ത്രീകൾക്കു നേരെ പരാക്രമം പാടില്ല എന്നൊരു ധർമ്മവ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഇവൾ സ്ത്രീരൂപമാണെങ്കിലും ഒരു സ്ത്രീയായല്ല ഇവൾ ജീവിക്കുന്നത്. അതിക്രൂരയായ രാക്ഷസിയാണ്. ഇവൾ വധിക്കപ്പെടേണ്ടവൾ തന്നെയാണെന്ന വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശപ്രകാരം ശ്രീരാമൻ താടകയ്ക്കു നേരെ അമ്പ് ചെയ്യുകയും ശ്രീരാമന്റെ അമ്പ് താടകയുടെ നെഞ്ചു പിളർന്ന് അവളുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഗസ്ത്യമുനിയുടെ ശാപത്താൽ രാക്ഷസിയായി മാറിയ താടകയ്ക്ക് ശ്രീരാമൻ മോക്ഷം നൽകി. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമന്റെ എല്ലാ പ്രവൃത്തികളും ലോക നന്മയെ ഉദ്ദേശിച്ചാണ് നടന്നിരിക്കുന്നത്.